എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ RSS ഗണഗീതം ആലപിച്ചത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദക്ഷിണ റെയിൽവേയുടെ നിലപാട് പ്രതിഷേധാർഹമാണ്. തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണ് ഉദ്ഘാടന ചടങ്ങിൽ കണ്ടതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. വിഷയത്തിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ DYFI പ്രതിഷേധിച്ചു. ദേശീയഗാനം ആലപിച്ചും ഭരണഘടന കയ്യിലേന്തിയുമായിരുന്നു പ്രതിഷേധം. വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ സഫാൻ VP മുഹസിന അസൂം ചേരുന്നുണ്ട്. ആദ്യം സഫാനിലേക്കാണ്. സഫാൻ, ഈ ഗണഗീതം ആലപിക്കുന്ന ദൃശ്യങ്ങൾ ദക്ഷിണ റെയിൽവേ ഫേസ്ബുക്കിൽ പങ്കിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇത് വിവാദമായി മാറുന്നത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? അനിഷ, അതിരൂക്ഷ വിമർശനമാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. ദക്ഷിണ റെയിൽവേയോടാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. RSS പോലുള്ള വർഗീയ വിഷം ചീറ്റുന്ന ഒരു സംഘടനയുടെ ഗണഗീതം ഒരു സർക്കാർ പരിപാടിയിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊരു നിലപാടാണ് ദക്ഷിണ റെയിൽവേയെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നത്. ഇടത് സംഘടനകളും മറ്റും അടക്കം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം നടത്തുമ്പോഴാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്തരത്തിലൊരു വിമർശനം നടത്തുന്നത്. തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഒളിച്ചു കടത്താനാണ് ഈ ഉദ്ഘാടന ചടങ്ങിലൂടെ ദക്ഷിണ റെയിൽവേ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ സർക്കാർ പരിപാടിയിൽ ഇങ്ങനെ ഗണഗീതം പാടിപ്പിക്കുന്നത് ദേശഭക്തിവാനം എന്ന രൂപത്തിൽ RSSന്റെ ഗണഗീതം പാടിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരിപാടിയിൽ, സർക്കാർ പരിപാടി, റെയിൽവേ എന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ കൂടി RSSും സംഘപരിവാരും അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണോ ഇത്തരത്തിലൊരു പരിപാടി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത്തരത്തിൽ RSSന്റെ ഗണഗീതം പാടിപ്പിക്കുന്നതും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്? ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കണമെന്ന അതിരൂക്ഷ വിമർശനമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയം ഒളിച്ചു കടത്താനാണ് ഇതിലൂടെ RSS ശ്രമിക്കുന്നതെന്നും അതിന് പൊതുമേഖലാ സ്ഥാപനങ്ങളായ റെയിൽവേ പോലും അവർ ഉപയോഗിക്കാൻ മടിക്കുന്നില്ലെന്നുള്ള അടക്കമുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. ഇന്ന് രാവിലെയാണ് ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും BJP നേതാക്കളടക്കം, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കം ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ഈ വിഷയം വലിയ വിവാദമാവുകയും ഇടത് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളൊക്കെ വലിയ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ദക്ഷിണ റെയിൽവേയോട് ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. അനീഷ. മുഹസിന അസു കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുഹസിന, DYFIയുടെ പ്രതിഷേധം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അനീഷ, പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും പോലീസ് വലിയ രീതിയിൽ തടഞ്ഞതുകൊണ്ടാണ് പിന്നീട് പ്രതിഷേധം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നു വരുന്നത്. DYFI ഏകദേശം 2:30 സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്ക് പ്രതിഷേധ മുദ്രാവാക്യം വിളികളുമായി എത്തിയത്. പ്രതീകാത്മകമായി ഭരണഘടനയുടെ രൂപം കയ്യിൽ ഏന്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തകർ മുന്നോട്ട് വന്നത്. ഒപ്പം ദേശീയഗാനം ആലപിക്കുകയും ചെയ്തു. വ്യത്യസ്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ്, വേറിട്ടൊരു പ്രതിഷേധം തന്നെയാണ് DYFIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അവർ ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ പോലീസ് അവിടെ എത്തിയ പ്രവർത്തകരെ തടയുകയായിരുന്നു. അനീഷ.